ഓക്കെ, അപ്പൊ ഏതൊരു കോഡ് എഴുതുവാണെങ്കിലും നമുക്ക് എന്തുണ്ടാവും, അതിനകത്ത് ഒരു സെറ്റ് ഓഫ് ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ലൈബ്രറി ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നതാണ് ലൈബ്രറി ഫങ്ഷൻ. അപ്പൊ നമ്മളൊരു കോഡ് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ഏതൊരു കോഡ് എഴുതിയാലും, ഇതാ ഞാനൊരു പുതിയൊരു വേർഡ് ഫയൽ എടുത്ത് അതിനകത്ത് എഡിറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ഏതൊരു കോഡ് എഴുതുമ്പോഴും നമ്മുടെ അതിന്റെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിന്റെ സ്ട്രക്ചർ ഇതാണ്, മൊഡ്യൂൾ നെയിം, ഓക്കെ, മൊഡ്യൂൾ ഓഫ് മൊഡ്യൂൾ നെയിം, മൊഡ്യൂൾ നെയിം. ഓക്കെ, ഈ മൊഡ്യൂൾ നെയിം ആണ് ഞാൻ ഇവിടെ എന്ത് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഹാഫ് ഓർഡർ അണ്ടർസ്കോർ എച്ച് എന്ന് പറയുന്ന ഹാഫ് ഓർഡർ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്, അണ്ടർസ്കോർ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ചുമ്മാ ഡേറ്റ ഫ്ലോ മോഡലിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ എന്ത് എഴുതിയത്, ഡേറ്റ ഫ്ലോ എന്ന് എഴുതിയത്. അതൊന്നും എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഹാഫ് ഓർഡറിന് നിങ്ങൾക്ക് ഹാഫ് ഓർഡറിന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കാം, എച്ച് എന്ന് കൊടുക്കാം, ഓക്കെ, ക്യാപിറ്റലോ സ്മോൾ ലെറ്ററോ എങ്ങനെ വേണേലും കൊടുക്കാം. അത് നമ്മുടെ എന്താണ് നമുക്ക് മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ആ മൊഡ്യൂൾ നെയിം എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി വൺസ് ഇത് ഡിഫൈൻഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്രാക്കറ്റിനകത്ത് നമുക്കൊരു സെറ്റ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എക്സോറിനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചോ, എക്സോർ പുട്ട് ആൻഡ് ഗേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ലോജിക് ആണ് ആൻഡ് എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ ആൻഡ് ഗേറ്റിൽ എടുക്കുന്ന രണ്ട് ഇൻപുട്ട് എന്താണ്, എയും ബിയും ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ആണ്, അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇസഡ് ആണെന്ന് വെച്ചോ. അപ്പൊ ഇതിന്റെ ബ്രാക്കറ്റിൽ ഞാൻ എന്ത് എഴുതും, എ കോമ ബി കോമ ഇസഡ് എന്ന് എഴുതും. ഓക്കെ, അതിനകത്ത് എയും ബിയും എന്താണ്, നമ്മുടെ ഇൻപുട്ട് ആണ്, ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പൊ എയും ബിയും ഇൻപുട്ട് ആണ്, ഇസഡ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് ആണ്. അപ്പൊ ആൻഡ് ലോജിക് ആയത് കാരണം എനിക്ക് ആൻഡ് ലോജിക് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ആ മൊഡ്യൂൾ നെയിമിനെ ഞാൻ ഇങ്ങനെ അങ്ങ് ഡിഫൈൻ ചെയ്തു, ആൻഡ് അണ്ടർസ്കോർ ലോജിക്. അതിപ്പോ നിങ്ങൾക്ക് ആൻഡ് എന്ന് വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം, പക്ഷെ ചില കേസസിൽ നമ്മൾ ആൻഡ് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ചിലതിനകത്തൊക്കെ ആൻഡ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. ചില ആൻഡ് ഓർ എക്സോർ എന്നൊക്കെ പറയുന്ന ലോജിക് ഫങ്ഷൻസ് ഒക്കെ പ്രീ ഡിഫൈൻഡ് ആണ്. അതൊക്കെ പ്രീ ഡിഫൈൻഡ് ആയത് കാരണം ചില സമയത്ത് അത് എറേഴ്സ് ജനറേറ്റ് ചെയ്യും. അങ്ങനെയുള്ള എറേഴ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൻഡിന്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു ലേബിൾസ് കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആൻഡ് എന്ന് മാത്രം എഴുതാതെ ആൻഡ് അണ്ടർസ്കോർ ലോജിക് എന്നും കൂടെ എഴുതാനുള്ള റീസൺ. ഇനി ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത്, ശരിക്കും നമ്മുടെ കോഡിനകത്ത് നമ്മൾ ഇതാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കോഡിനകത്ത് എന്ത് കൊടുക്കും, എ എന്ന് പറയുന്നത് ഇൻപുട്ട് ആണ്, അതേപോലെ അടുത്ത ഇൻപുട്ട് ഏതാണ്, ബി എന്ന് പറയുന്നതാണ് അടുത്ത ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത്. വൺസ് ഇൻപുട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കും, സെമി കോളൻ കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം സ്മോൾ ലെറ്ററിലായിരിക്കും. ഓക്കെ, സ്മോൾ ലെറ്റർ ക്യാപ്സ് ഓൺ ആയി കിടക്കുന്നുണ്ടായിരിക്കും. ഇനി അതേപോലെ നെക്സ്റ്റ് എന്താണ്, ഔട്ട്പുട്ട് ഏതാണ്, ഔട്ട്പുട്ട് ഈക്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസഡ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പൊ നമ്മുടെ മോഡ്യൂൾ ഡിഫൈൻ ആയല്ലോ. അപ്പോ മോഡ്യൂൾ ഡിഫൈൻഡ് ആയി. ഓക്കെ, ഒരു സെക്കൻഡ്. എടുത്തോടാ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് മെസ്സേജ് ഇടണേ. കാരണം എന്താണെന്നറിയാവോ, ഞാൻ ഈ സ്ക്രീൻ മാറി വേറെയിൽ പഠിപ്പിക്കുകയാണ്. അപ്പോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞാലും മതി, മെസ്സേജ് ഇട്ടൊന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇപ്പൊ മെസ്സേജ് ഇട്ടുകൊണ്ടാണ് അറിയാൻ പറ്റിയത്. ജോയിൻ ചെയ്തല്ലോ. അപ്പോ നമ്മൾ ഈ കോഡിംഗിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ മോഡ്യൂള് നമ്മൾ ഡിഫൈൻ ചെയ്തു, ആൻഡ് അണ്ടർസ്കോർ ലോജിക്, ഇൻപുട്ട് എ ബി ഇസഡ് എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്. സോ അതിനകത്ത് ഇൻപുട്ട് എന്ന് പറയുന്നത് എയും ബിയും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇസഡും ആണ്. ഇനി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിനുള്ളിൽ നടക്കുന്ന ഓപ്പറേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അത് എപ്പോഴും ഡേറ്റ ഫ്ലോയിൽ ഒരു അസൈൻ എന്ന് പറയുന്ന ലേബലോട് കൂടിയാണ് നമ്മൾ കൊടുക്കുക. അസൈൻ ചെയ്യുക, എന്ത് അസൈൻ ചെയ്യണം, ഇസഡ് ഈക്വൽ ടു എന്താണ്, എ. ആൻഡ് ലോജിക് അല്ലേ, ആൻഡ് ലോജിക്കിന് എപ്പോഴും ആംപർസാൻഡ് സിമ്പിൾ ആണ്, സൈൻ ആണ്.
എ ആൻഡ് ബി. ഓക്കെ, എന്നിട്ട് സെമിക്കോളൻ കൊടുക്കുക, എൻറ്റർ ചെയ്യുക, ആ മോഡ്യൂൾ അങ്ങ് എൻഡ് ചെയ്യുക. യൂസിങ് എൻഡ് മോഡ്യൂൾ എന്ന് പറയുന്ന ഒരു ലേബിൾ വെച്ച് എന്ത് ചെയ്യുക, മോഡ്യൂൾ എൻഡ് ചെയ്യുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് എന്ന് പറയുന്നത്. യൂസിങ് ഡേറ്റ ഫ്ലോ മോഡലിംഗ്. ഓക്കെ, അപ്പോ ഇതാണല്ലോ കോഡ് എന്ന് പറയുന്നത്. ഇനി ആർക്കെങ്കിലും ഈ കോഡിനകത്ത്, ഞാൻ ഈ പറഞ്ഞ 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിന്റെ കോഡിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ എല്ലാരും. മെസ്സേജ് അയക്കാം, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. പെട്ടെന്നാവട്ടെ. പറഞ്ഞ കോഡിനകത്ത് എന്തെങ്കിലും മനസ്സിലായില്ല, അതൊന്നും കൂടെ പറഞ്ഞു തരണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചേ. ആദ്യം നമ്മൾ മോഡ്യൂൾ ഡിഫൈൻ ചെയ്തു. മോഡ്യൂളിനകത്ത് ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനകത്ത് ഒരു അസൈൻ എന്ന് പറയുന്ന, അതായത് അതിനകത്ത് എന്താണ് നടക്കുന്ന ആ ഫംഗ്ഷനെ ഞാൻ അസൈൻ ചെയ്തു. അതിനുശേഷം മോഡ്യൂൾ എൻഡ് ചെയ്തു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു 2 ഇൻപുട്ട് ആൻഡ് ഗേറ്റിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത് പ്രോഗ്രാമിനകത്ത്. ഓക്കെ ആണോ? മീനാക്ഷി, സേതു ഓക്കെ ആന്ന് പറഞ്ഞു. ബാക്കിയുള്ളവര് പറഞ്ഞേ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഇത് എക്സിക്യൂട്ട് ചെയ്യാം, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എഴുതിയ കോഡ് ഇതിപ്പോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ഗേറ്റിന്റെ കേസ്, ഇതിപ്പോ ഞാൻ സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് പഠിക്കേണ്ട ഒരു സാധനമാണ്. അതാണ് ഇപ്പൊ എടുത്തു വെച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് മോഡ്യൂളിനകത്തുള്ള ഇംപ്ലിമെന്റേഷൻ സൈഡാണ്. അപ്പൊ ഈ കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അത് റെക്ടിഫൈ ചെയ്യണം, ആണല്ലോ. അപ്പൊ നമുക്ക് നേരെ ഇതിലേക്ക് പോവാം, കോഡിങ്ങിലേക്ക് പോവാം, സിമുലേഷനിലേക്ക് പോവാം. അപ്പൊ സിമുലേഷന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സൈലിങ്സ് ISC ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ സൈലിങ്സ് ISCയുടെ ഒരു 10.1 വേർഷൻ ആണ് എന്റെ കയ്യിൽ കിടക്കുന്നത്. നിങ്ങൾ ആരും ധൃതിപ്പെട്ടു പോയി ഇൻസ്റ്റാൾ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഇത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ട. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ വിട്ടുപോയ ഒരു കേസാണ്. ശരിക്കും ഇത് അത്യാവശ്യം ഡേറ്റ കൺസ്യൂം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. ഒരു ഈ 10.1 ഒക്കെ ഞാൻ ഒരു 4-5 കൊല്ലം മുന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 6-7 GB ഒക്കെ 5-6 GB ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പൊ കുറെ പേര് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് പറയണ്ടായിരുന്നു, മിസ് അത് ലേറ്റസ്റ്റ് വേർഷൻ എന്തോ 14 ആണ്, അത് എത്ര 15 GB എന്നൊക്കെ. ശരിക്കും അതൊരു റിയാലിറ്റി ആണ്. അപ്പൊ നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുള്ള ഡേറ്റ കയ്യിൽ വെച്ചിരിക്കുക. സോ ഇത് ഒരു രീതിയിലും മാൻഡേറ്ററി അല്ല. നമുക്ക് കോഴ്സ് പ്രോജക്ട് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോ ഒരു ബാച്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അന്നേരം ചെയ്യാം. ഇപ്പൊ ധൃതി പിടിച്ച് ആരും ഇതിനകത്ത് എന്ത് ചെയ്യേണ്ട, ഡൗൺലോഡ് ചെയ്ത് ഉള്ള ഡേറ്റ കളയല്ല കേട്ടോ. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പൊ അത് ശ്രദ്ധിച്ചോണേ. അപ്പോ ഞാന് സൈലിങ്സിന്റെ ഈ ഒരു വ്യൂ അല്ലെങ്കിൽ വിൻഡോ ഞാൻ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഈ വിൻഡോയ്ക്കകത്ത് ഈ പോർഷൻ ആണ് എന്ത്, സോഴ്സ് ഫയൽ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഏതൊക്കെ പ്രോഗ്രാം എവിടെയാന്നുള്ളത് ഇവിടെയാണ് വ്യൂ ചെയ്യുന്നത്. ഇതാണ് പ്രോസസ് വിൻഡോ എന്നൊക്കെ പറയുന്നത്. ഇനി ഇതൊക്കെ അതിന്റെ കുറച്ച് സ്പെക്കും കാര്യങ്ങളുമാണ്. നമുക്കിപ്പോ ഇതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് സോഴ്സിന്റെ ഈ വിൻഡോയും പ്രോസസ്സിന്റെ ഈ വിൻഡോയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിഷ്യലി ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ക്രിയേറ്റ് ന്യൂ പ്രോജക്റ്റ് കൊടുക്കുക. ന്യൂ പ്രോജക്റ്റ് കൊടുത്തതിന് ശേഷം ഇപ്പൊ പ്രോജക്ട് നെയിംസ് എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ട ആ പ്രോജക്ട് നെയിം കൊടുക്കുക. ഇവിടെ HDL സെലക്റ്റഡ് ആണോ എന്ന് നോക്കുക. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക, ഇവിടെ മോഡൽസ് ഇൻ SC or PE വെരിലോഗ് ആണെങ്കിൽ വെരിലോഗ്, VHDL ആണെങ്കിൽ VHDL. നമ്മൾക്ക് ഇപ്പൊ വെരിലോഗ് ആണ്. അപ്പൊ അതാണോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇത് സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. പ്രിഫേർഡ് ലാംഗ്വേജ് വെരിലോഗ് ആണോ എന്ന് എൻഷുർ ചെയ്യുക. നെക്സ്റ്റ് ചെയ്യുക. എന്ത് ചെയ്യുക, ന്യൂ സോഴ്സ് നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. എഗെയിൻ നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇവിടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ test_1 എന്ന് പറയുന്ന ഒരു ലേബൽ ഇവിടെ ഇതുപോലെ ഞാനിപ്പോ ടൈപ്പ് ചെയ്ത ആ പേര് വെച്ചിട്ട് ഒരു ലേബൽ ഇവിടെ വന്ന് കിടക്കും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. വൺസ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോജക്റ്റ് ക്രിയേറ്റഡ് ആയി എന്ത് ചെയ്യണം, നമുക്കൊരു പുതിയ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇവിടെ പോയി നമ്മൾ ന്യൂ സോഴ്സ് എന്ന് പറയുന്ന റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ന്യൂ സോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സോഴ്സ് കൊടുക്കുക. ഇപ്പൊ നമുക്ക് വെരിലോഗ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. വെരിലോഗിൽ നമ്മൾ ഏതാണ് ചെയ്യുന്നത്,
ആൻഡ് ലോജിക് ആണ് അല്ലെ. അപ്പൊ ആൻഡ് അണ്ടർസ്കോർ ലോജിക് എന്ന് പറഞ്ഞ് കൊടുക്കുക. എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുക്കുക. ഒരിക്കലും ആൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കല്ല. കാരണം ചിലപ്പോൾ ലൈബ്രറി ഫംഗ്ഷനകത്ത് ആൻഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ഓപ്പറേറ്റർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ട് കാണിക്കും, അത് എറർ ആയിട്ട് കാണിക്കും, പ്രോഗ്രാം റൺ ആവില്ല. അപ്പൊ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ആൻഡിനകത്ത് ഞാൻ ഇവിടെ എഴുതി വെച്ച കോഡിങ്ങിനകത്ത് ഏതൊക്കെയായിരുന്നു ഇൻപുട്ട്, എയും ബിയും ഇസഡും ആയിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ പോവാ എ ബി ഇസഡ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എയും ബിയും 2 ലൈനിൽ വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ എ കോമ ബി എന്ന് പറഞ്ഞ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ഡസന്റ് മാറ്റർ. നമുക്ക് തൽക്കാലം നമ്മൾ 2 ലൈൻ ആണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. അപ്പൊ നമ്മൾ എ കോമ ബി പിന്നെ എന്ത് കൊടുത്തു, എ കോമ ബി ഒറ്റ ലൈനിൽ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ഇസഡും കൊടുത്തു. അപ്പൊ ഇസഡ് എന്താണ്, ഔട്ട്പുട്ട് ആണ്. എ കോമ ബി ഇൻപുട്ട് ആണ്. ബൈ ഡിഫോൾട്ട് അതിൽ ഇൻപുട്ട് ആണ് ചൂസ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫിനിഷ് ചെയ്യുക. സോ അതിനകത്ത് എന്ത് ക്രിയേറ്റ് ചെയ്തേ, ആൻഡ് ലോജിക് എന്ന് പറയുന്ന ഒരു സോഴ്സ് പേജ് അല്ലെങ്കിൽ ഒരു സോഴ്സ് കോഡ് ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്ന ലോജിക്ക് നോക്കിയേ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ നമ്മൾ എഴുതി വെച്ചതാണ്. ഇനി നമുക്ക് ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആകെ ഈ കൺസെപ്റ്റ് മാത്രം എടുത്തും കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ആ മൊഡ്യൂളിനകത്ത് നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് അത് ഓട്ടോമാറ്റിക് ആയിട്ട് അതെന്ത് ചെയ്തു, ബാക്കിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കിടപ്പുണ്ട് ഈ ഒരു പേജിൽ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് വേണം, നമ്മൾ ഇവിടെ വാല്യൂ അങ്ങ് എന്താണ് അതിന്റെ ലോജിക്, ഇന്റേണൽ ലോജിക് എന്താന്നുള്ളത് അസൈൻ ചെയ്യാണ്. അപ്പൊ അസൈൻ ഇസഡ് ഈക്വൽ ടു എന്താണ്, ആൻഡ് ലോജിക്കിന്റെ കൺസെപ്റ്റ് എ ആൻഡ് ബി. ഓക്കെ, സ്പേസ് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് എ ആൻഡ് ബിയും കൊടുക്കാം. എറർ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്തു, ഇവിടെ സെലക്ട് ആയെന്ന് എൻഷുർ ചെയ്യുക. സേവ് പ്രോജക്റ്റ് ഇവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സേവ് ആയി. ഇനി ഗോ ടു ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ആൻഡ് ലോജിക് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇംപ്ലിമെന്റേഷൻ എടുക്കണം. ആൻഡ് ലോജിക് സെലക്ട് ആയോ എന്നുള്ളത് എൻഷുർ ചെയ്യുക. ഇംപ്ലിമെന്റേഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, സിൻടാക്സ് ചെക്ക് ചെയ്യുക. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എഴുതിയിരിക്കുന്ന കോഡിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ് നമ്മൾ സിൻടാക്സ് ചെക്ക് ചെയ്യുന്നതിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ സിൻടാക്സ് ചെക്ക് ചെയ്യുക. ഞാനിത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് അതിൻ്റെതായിട്ടുള്ള ചെറിയ ഡിലേ കാണിക്കും. സോ അത് ഒരു സെക്കൻഡ്. മിസ് ഹരികൃഷ്ണ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞായിരുന്നു. ആണോ, ഒന്നും കൂടെ ഒന്ന് വന്നിട്ടുണ്ട് ആള്, എന്ന് വെച്ചാ കാണുന്നില്ലല്ലോ പേജില്. ഞാൻ പറയാം മിസ്. ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ പേജ് എടുത്ത് വെച്ചേക്കാം. ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയണേ. നിങ്ങൾക്ക് ആരെങ്കിലും മെസ്സേജ് ഇടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ. ഫോണിൽ മെസ്സേജ് ഇട്ടാൽ ഞാനത് കാണുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് മെസ്സേജ് വരുമ്പോ. ഞാൻ സ്ക്രീൻ മാറുമ്പോ എനിക്ക് ഈ വിൻഡോ കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യാം, വരുമ്പം പറഞ്ഞിരുന്നാ മതി. അപ്പോ സിൻടാക്സ് നമ്മൾ ചെക്ക് ചെയ്തു, സിൻടാക്സിനകത്ത് എറർ ഒന്നും ഇല്ല. ഓക്കെ, സപ്പോസ് ഞാൻ ഇവിടെ ഒരു സെമിക്കോളൻ ഇടുന്നതിന് അങ്ങ് വിട്ടു മറന്നുപോയി എന്ന് വെച്ചു. അപ്പൊ ഇസഡ് ഈക്വൽ ടു എ ആൻഡ് ബി. ഓക്കെ, ഇങ്ങനെയാണ് ഞാനത് എക്സിക്യൂട്ട് ചെയ്തതെന്ന് വെച്ചോ. സേവ് ചെയ്തു. ഇനി ഞാൻ സിൻടാക്സ് ചെക്ക് ചെയ്യാണ്. സിൻടാക്സ് ചെക്ക് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു നോക്കാം, എന്താണ് സിൻടാക്സ് ചെക്ക് ചെയ്യുമ്പോൾ വരുന്നതെന്നുള്ളത്. നടന്നുകൊണ്ടിരിക്കുക അല്ലേ. ഓക്കെ, എന്ത് കാണിച്ചു, ചെക്ക് സിൻടാക്സ് ഫെയിൽ കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്, എറർ വന്നു. അപ്പൊ നമ്മൾ ഈ പ്രോസസ് വിൻഡോയില് ജസ്റ്റ് പ്രോസസ് അല്ല, ഈ കൺസോൾ വിൻഡോയില് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് കയറി പോവുക. മുകളിലോട്ട് കയറി പോകുമ്പോ ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ്, ആരെങ്കിലും വന്നു നോക്കട്ടെ. ഹരി. അപ്പൊ ഈ പ്രോസസ് വിൻഡോയിൽ ഇങ്ങനെ കയറി പോകുമ്പോ ഇവിടെ ഒരു കുറച്ച് എറർ കാണിക്കുന്നുണ്ട്. ഏതൊക്കെ പേജാണ്, ഏതൊക്കെ ലൈൻ ആണ് എറർ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലൈൻ 25, അതായത് ലൈൻ 25 അൺഎക്സ്പെക്ടഡ് എറർ ബി അൺഎക്സ്പെക്ടഡ് എറർ എന്ന് കാണിക്കുന്നു. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. അടുത്ത്
ലൈൻ 28 എൻഡ് ഓഫ് ഫയൽ എന്നൊക്കെ കാണിക്കുന്നു. ഈ എൻഡ് ഓഫ് ഫയൽ EOF അങ്ങ് വിട്ടേക്ക്. ഓക്കെ, എൻ മോഡ്യൂളിന്റെ അവിടെ എന്തോ ഒരു എറർ കാണിക്കുന്നു. സോ ആ എറർ നമുക്ക് തൽക്കാലം വിടാം. നമുക്ക് ഇപ്പൊ അറിയാവുന്ന ഒരു എറർ എന്താണ്? നമ്മള് ഈ പറയുന്ന ഇവിടെ ഒരു സെമി കോളൻ കൊടുത്തില്ല അല്ലെ? അപ്പൊ സെമി കോളൻ ഒന്ന് ഇടുവാണ്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ബാക്കിയുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എറേഴ്സ് ഒക്കെ ഇനി വരുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചെക്ക് സിൻടാക്സ് കൊടുക്കുകയാണ്. ചെക്ക് സിൻടാക്സ് കൊടുത്ത സമയത്ത് അത് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു കണ്ടോ, ഈ ഒരു സെമി കോളന്റെ ഒരു ഇഷ്യൂ കാരണം വേറെ 1-2 എറേഴ്സ് കയറി വന്നു. ഓക്കെ, അപ്പൊ സെമി കോളൻ അങ്ങ് ഇട്ട് കൊടുത്ത സമയത്ത് ആ എറേഴ്സ് അങ്ങ് മോഡിഫൈ ആയല്ലോ. അപ്പൊ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. ഇത് എന്താ പറയാ, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. അപ്പൊ സിൻടാക്സ് ഒക്കെ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം, വേവ് ഫോം കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മൾ എഴുതിയ കോഡ് ഓക്കെ ആണ്. അപ്പൊ വേവ് ഫോമിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആൻഡ് ലോജിക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു ഐക്കൺ ഉണ്ട്. ഇവിടെ ഇംപ്ലിമെന്റേഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ചെക്ക് സിൻടാക്സ് ചെയ്തത്. ഇനി ബിഹേവിയറൽ സിമുലേഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ മോഡൽ സിം സിമുലേറ്റർ എന്ന് വരും. നമ്മൾ ഇംപ്ലിമെന്റേഷൻ എടുത്തപ്പോൾ വേറെയായിരുന്നു വന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ ബിഹേവിയറൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, മോഡൽ സിം സിമുലേറ്റർ വരും. ഓക്കെ, അപ്പൊ ആ പ്ലസ് സൈൻ ഒന്ന് ഞാൻ എക്സ്പാൻഡ് ചെയ്ത സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോ ഒരു പുതിയ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയ്ക്കകത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് ഒരു 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യണേ. അപ്പോ ഈ വിൻഡോ വന്നോന്ന് നോക്കിയേ. വിൻഡോ ഇവിടെ വരുന്നുണ്ട്. അതിനകത്ത് ഇൻപുട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇച്ചിരി സമയം എടുക്കും ഇതൊന്ന് ഓപ്പൺ ആയി വരാനായിട്ട്. എന്റെ ലാപ്പിൽ അത്യാവശ്യം ഈ കുറെ സ്പേസ് കുറവാ. അത്യാവശ്യം ഇതിനകത്ത് കുറെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും അത് വരാനായിട്ട്, സ്ലോ. അപ്പോ ഇത്രയും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലൂവിൽ കാണുന്നതാണ് ഇൻപുട്ട്, റെഡിൽ കാണുന്നതാണ് ഔട്ട്പുട്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഈ ലോജിക്ക് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടേ. ആൻഡ് അല്ലേ, വളരെ സിമ്പിൾ ലോജിക് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ വിൻഡോയില്, വേവിന്റെ വിൻഡോയില് ഓരോ ഇൻപുട്ടിലും റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഫോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യാണ്, ഓരോന്നിലും വാല്യൂ ഞാൻ ഫോഴ്സ് ചെയ്യുകയാണ്, ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിനെയാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ 0 ഇട്ട് കൊടുത്തു. ഓക്കെ, സോറി ഇത് O ആയിപ്പോയി. 0 ഇട്ട് കൊടുത്തു. 0 ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഡ്രൈവ് ചെയ്തു. ഓക്കെ, ഡ്രൈവ് ക്ലിക്ക് ചെയ്യണം, എന്നിട്ട് ഓക്കെ കൊടുക്കണം. ഡിലേ ഒന്നും കൊടുക്കണ്ട. അതേപോലെ ബിയിലും ഞാൻ എന്ത് കൊടുത്തു, 0 ഇട്ട് കൊടുത്തു. ഓക്കെ, 0 കൊടുത്തു, ഡ്രൈവ് ചെയ്തു, ഡ്രൈവിൽ ക്ലിക്ക് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, അതൊന്ന് സിമുലേറ്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ഒരു ഗ്രീൻ ലിങ്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഈ ഗ്രീൻ. അപ്പൊ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേ. അപ്പൊ എന്ത് കിട്ടി, 0 ഇട്ട് കൊടുത്തപ്പോ ആൻഡ് ലോജിക്കിന്റെ ഔട്ട്പുട്ട് എന്താണ്, 0. ഓക്കെ, ഇനി ഞാൻ ഇതൊന്ന് മാറ്റി നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കണ്ടേ എല്ലാ കണ്ടീഷൻസിനും. അപ്പൊ 0 എന്തായി, 0, ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ ഈ 0 ഞാനങ്ങ് രണ്ടാമത്തെ ബിയുടെ 0 ഞാനങ്ങ് 1 ആക്കട്ടെ. അപ്പൊ ഞാൻ ഇവിടെ നോക്കി 1, 0-1 കണ്ടീഷൻ ആണ്. 0-1 കണ്ടീഷൻ ആണ്. അപ്പൊ ഞാൻ 1 ആക്കി. ഇനി ഒന്ന് റൺ ചെയ്യാം. അപ്പൊ എന്തായി, 0-1 കണ്ടീഷൻ ആയി. 0-1 ഔട്ട്പുട്ട് എന്താണ്, ആൻഡ് ലോജിക് എന്താണ്, ഏതെങ്കിലും, അതായത് 2 ഇൻപുട്ടും ഹൈ ആയെങ്കിൽ മാത്രമേ ആൻഡിന്റെ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാലോ 2 ഇൻപുട്ടും ലോ ആയാലോ ഔട്ട്പുട്ട് എന്താണ്, 0. അപ്പൊ 0-1 കണ്ടീഷൻ എന്തായി, ഇറ്റ് റീറ്റെയിൻസ് 0 വാല്യൂ അല്ലേ. അപ്പൊ ഇനി അടുത്തത് 1-0 കണ്ടീഷൻ എടുക്കാം. 1-0 എടുക്കുന്നതിന് മുന്നേ ഇവിടെ 1 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 കിടപ്പുണ്ടല്ലോ. അപ്പൊ 1-1 നോക്കാം. 1-1 കണ്ടീഷൻ എടുത്തിട്ട് വാല്യൂ പോസ് ചെയ്തിട്ട് ഞാനൊന്ന് റൺ ചെയ്ത് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, 1-1 കണ്ടീഷനിൽ എന്ത് വന്നു, 1 വന്നില്ലേ. സിമിലർലി 1-0 കണ്ടീഷൻ, 1 അവിടെ കിടപ്പുണ്ട്, എനിക്ക് അത് ചേഞ്ച് ചെയ്യണ്ട. അപ്പൊ 1-0, ഈ ബി മാത്രം ഞാൻ എന്ത് ചെയ്താൽ മതി, 0 ആക്കിയാൽ മതി. ഡ്രൈവ് ചെയ്യുക, റൺ ഓൾ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 2-3 പ്രാവശ്യം
ഒരു പ്രാവശ്യം ചെയ്താലും മതി, ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 1 0 കണ്ടീഷനിൽ എന്തായി ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ നമ്മുടെ ട്രൂത്ത് ടേബിൾ വെരിഫൈഡ് ആയോ? വൺസ് ട്രൂത്ത് ടേബിൾ വെരിഫൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ക്ലിയർ ആയി? ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കോഡ് കറക്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ആർ റൈറ്റിംഗ് എ സിമ്പിൾ കോഡ്, അല്ലെങ്കിൽ ഒരു ആൻഡ് ലോജിക്കിന്റെ കോഡ് നമ്മൾ വെരിലോഗിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇത്രയും പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി തരാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഞാനിത് നിങ്ങൾക്ക് ഒരു പക്ഷെ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ നമുക്ക് ഒന്നും കൂടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ലൈവായിട്ട് തന്നെ ഈ ഒരു വീഡിയോ എടുത്തത്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഡിയോ എനേബിൾ ആക്കി ചോദിച്ചിരുന്നാൽ മതി, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക. ഡൗട്ട് ഉള്ളവർ, ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാനുള്ളവർ ഓഡിയോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ അയച്ചേക്കുക, ചാറ്റിൽ റിപ്ലൈ അയച്ചേക്കുക. എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു ആൻഡ് ഗേറ്റിന്റെ ലോജിക്കാണ് നമ്മളിപ്പോ എഴുതിയത്, വളരെ സിമ്പിൾ ആയിട്ട്. നിങ്ങൾ ഇപ്പൊ കാണുന്ന കോഡിങ് ഇപ്പൊ ഒക്കെ ഞാൻ പഠിപ്പിക്കുന്നത് ഒരു പക്ഷേ വലുതായിട്ട് തോന്നും, ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നും, പക്ഷെ അത്ര ഒന്നുമില്ല. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വന്തമായിട്ട് ഒരു സർക്യൂട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് കോഡ് എഴുതാൻ പറ്റും, എളുപ്പമാണ്. നിങ്ങൾ പക്ഷേ നിങ്ങൾക്കൊരു ലാബ്, നമുക്കിപ്പോ ലൈവ് സെഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ സ്വന്തമായിട്ട് ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. എല്ലാവർക്കും ഓക്കെ ആണോ? ഒരാൾക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇത് ഓക്കെ ആയ ഇതൊക്കെ നമ്മുടെ ഫണ്ടമെന്റൽസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ ബാക്കിയെല്ലാം സ്ട്രോങ് ആയിട്ട് ഇരുന്നോളൂ. അതുകൊണ്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മിസ് വഴക്കൊന്നും പറയത്തില്ല, എന്ത് ഡൗട്ട് ആണെങ്കിലും ചോദിച്ചോ. തെറ്റാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും ചോദിച്ചോ. ആർക്കും ഒരു കുഴപ്പമില്ല എന്നാണ് പറയണത്. ഓക്കെ ആണോ? അപ്പൊ ഞാനൊരു കുഞ്ഞ് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയണമല്ലോ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്. ഹൈഫ വന്നേ, ഞാൻ പേര് വിളിക്കാം. ഹൈഫ ഫസ്റ്റ്. ഹൈഫ, അൺമ്യൂട്ട് ചെയ്തേ. ഹൈഫ, കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ഹൈഫ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. കുക്കു, സൂരജ് ആണോ? കുക്കു ആരാ? അതോ വിവേക? ആരാണ്? സൂരജാ? ആ, സോനു. ഓക്കെ, ലാസ്റ്റ്. ഓക്കെ, സോനു. അപ്പൊ എന്റെ സംശയം ഇതാണ്, ആൻഡിന്റെ പ്രോഗ്രാമിംഗ് മനസ്സിലായോ സോനു? ആൻഡ് ലോജിക്കിന്റെ കോഡ് മനസ്സിലായോ? ഒരു സെക്കൻഡ്, ഞാനിപ്പോ പഠിപ്പിച്ച ആൻഡിന്റെ കോഡ് മനസ്സിലായോ? ക്ലിയർ ആയോ? മനസ്സിലായി. ക്ലിയർ ആയി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനകത്ത് ഓറിന്റെ ഒരു കോഡ് എഴുതുകയാണ്. ഞാൻ എന്ത് ചേഞ്ച് ചെയ്യണം എന്നൊന്ന് പറയണേ. ഓർ ലോജിക്കിന്റെ കോഡ് എഴുതുകയാണ്. അപ്പൊ ഞാൻ മാറ്റി, പേരങ്ങ് മാറ്റി ഓറാക്കി. ഞാൻ ഇവിടെ എന്ത് ചേഞ്ച് ചെയ്യണമായിരിക്കും സോനു? assign z is equal to a or b. വെരി ഗുഡ്. അപ്പൊ assign z equal to a or b. അപ്പൊ നമ്മൾ ഇവിടെ പോയിട്ട് ഓറിന്റെ സിമ്പൽ ഇടണം. അതെനിക്ക് തോന്നുന്നു നമ്മുടെ എന്ററിന്റെ മുകളിൽ ഒരു കീ കിടപ്പുണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന സിമ്പൽ കിട്ടും. ഓക്കെ, ഇതാണ്. മ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ശരിക്കും ഓറിന്റെ സിമ്പൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സിന്റെ സിമ്പൽ അറിയണം. ശരിക്കും ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്പറേറ്റേഴ്സിന്റെ സിമ്പൽ അറിയണം.
ഈ ഓപ്പറേറ്റേഴ്സിന്റെ സിമ്പിൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ ISAയിൽ പോയി സൈലിങ്സിൽ പോയി ഇവിടെ ഈ ആംബർസാൻഡ് സൈൻ ഓറിന്റെ സൈൻ ഇങ്ങനെ ഓരോന്നും കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ നിങ്ങൾക്ക് ഓറിന്റെ കേസ് ഇപ്പൊ ആൻഡ് ലോജിക് എഴുതിയ സമയത്ത് ഓർ എങ്ങനെയാന്നുള്ളത് ക്ലിയർ ആയല്ലോ. ആർക്കെങ്കിലും ഇതേപോലെ നിങ്ങളുടെ അടുത്ത് ബാക്കിയുള്ള ഇപ്പൊ നോട്ട് ഗേറ്റിൽ എന്ത് കൊടുക്കണം? നോട്ട് ഗേറ്റ് ഞാനൊന്ന് പറയാം. നോട്ട് ഗേറ്റ് ഒന്നും ചെയ്യാനില്ല, ഒറ്റ ഇൻപുട്ട് മതി. അപ്പൊ ഞാൻ ബാക്കി അങ്ങ് ഡിലീറ്റ് ചെയ്തു. ഒറ്റ ഇൻപുട്ട് മതിയല്ലോ. ഇത് ഞാൻ അതിനനുസരിച്ചതാ ഈ ബി ഇവിടെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ആവശ്യമില്ലാത്തേക്ക് കളഞ്ഞു. അപ്പൊ എ ഇസഡ്. അപ്പൊ നോട്ട് ഗേറ്റിൽ എങ്ങനെ വരും ഋത്തിക? നോട്ട് ഗേറ്റിൽ വരുന്ന ചേഞ്ച് ഒന്ന് പറഞ്ഞ ഋത്തിക. നെഗേഷൻ ഓഫ് എ. കേട്ടില്ല? നെഗേഷൻ ഓഫ് എ. നെഗേഷന്റെ സൈൻ ആണ് ഈ ഒരു സൈൻ കേട്ടോ. ദിസ് ഓഫ് എ ഇസഡ് ഈക്വൽ ടു നെഗേറ്റ് അല്ലെങ്കിൽ മൈനസ് എ അല്ലെങ്കിൽ നോട്ട് ഓഫ് എ എന്ന് പറയുന്നത്. നെഗേഷൻ അല്ലെങ്കിൽ നോട്ട് എന്ന് പറയുന്നതിന്റെ സിമ്പിൾ ആണ് ഇത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ നോട്ടിന്റെ ലോജിക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇതനുസരിച്ച് ഇവിടെ അങ്ങ് മാറ്റിക്കോണം. ഇതെന്താണ്? നോട്ടാണ്. ഓക്കെ, ഇത് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം. ഇറ്റ് ഡസന്റ് മാറ്റർ. ഞാൻ ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ നോട്ട് ലോജിക്കിന് എഴുതുമ്പം ഞാൻ പിന്നെ ഈ പ്രോഗ്രാം എനിക്ക് പിന്നീട് എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് നോട്ടാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? മ്യൂട്ട് ചെയ്തോ ഋത്തിക? അപ്പൊ ഇങ്ങനെ നമുക്ക് ഏത് ലോജിക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ ആണോ? എല്ലാരും ഒന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്തേ. ഇതുപോലെ ബേസിക് ഗേറ്റ്സിൻ്റെത് ഞാൻ വേറെ ഒന്നും അല്ല പറയണത്, കോമ്പിനേഷൻ അല്ല പറയണത്. ആൻഡ്, ഓറ്, നോട്ട്, നാൻഡ്, നോറ്, എക്സോറ്, എക്സ്നോറ് ഈ 7 എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കോഡ് എഴുതാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് ചാറ്റ് മെസ്സേജ് ഇട്ടേ. എല്ലാരും അതിൽ കോൺഫിഡന്റ് ആയോ? കോഡ് എഴുതുന്നതിനകത്ത് കോൺഫിഡന്റ് ആയോ? സെക്കൻഡ് മോഡ്യൂളിലെ കോഡാണ് നമ്മൾ ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഓക്കെ, എല്ലാരും ഓക്കെ ആണോ? നാളെ മിസ് എനിക്ക് അത് മനസ്സിലായില്ല എന്ന് പറയരുത്. മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരും, അത് വേറെ കാര്യം. എന്നിരുന്നാലും നിങ്ങൾക്ക് അത് ഓക്കെ ആണോ? സിൻസിയർ ആയിട്ട് മെസ്സേജ് ഇടുക. മനസ്സിലായില്ല ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് തരാം. കാരണം ഇതൊക്കെ ബേസ് ആണ്. ഇനി ഇതിനെ വെച്ചിട്ടാണ് ഞാൻ അടുത്ത പറയണത്. ഇപ്പൊ കുറച്ചുപേര് ലേറ്റ് ആയിട്ട് കയറിയവരുണ്ട്. ഞാനപ്പോ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡഡ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് ഇത് പിന്നെയും എടുത്തു വെച്ച് നോക്കാലോ. അപ്പൊ ഈ ലൈവ് ക്ലാസ്സിന് തന്നെ റെക്കോർഡിംഗ് സെഷൻ ആയിട്ട് ഇതിനകത്ത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പിന്നീട് എടുത്തു വെച്ച് നോക്കാൻ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒരു സെക്കൻഡ്. അപ്പോ എല്ലാവർക്കും ഈ ബേസിക് ഗേറ്റ്സിന്റെ കോഡിംഗ് ഓക്കെ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ, അറ്റ് എനി ടൈം. ഒരു കുഴപ്പമില്ല. ഞാൻ ഇതൊക്കെ അങ്ങ് ക്ലോസ് ചെയ്യട്ടെ. അപ്പൊ നമുക്ക് ബേസിക് ഗേറ്റ്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി നമ്മൾ കോമ്പിനേഷനിൽ കയറാണ്. അപ്പൊ നമ്മുടെ 3ാമത്തെ മൊഡ്യൂളാണ് കോമ്പിനേഷന്റെ കൺസെപ്റ്റ് കയറി വരുന്നത്. അപ്പോ നമ്മള് തിരിച്ച് ഹാഫ് ഓർഡറിലേക്ക് വരാം. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ നമ്മൾ പോയത് ബേസിക് ഗേറ്റ്സിലാണ്. ഇനി നമുക്ക് ഹാഫ് ഓർഡറിലേക്ക് കയറി വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോമ്പിനേഷണൽ ലോജിക്. ഈ കോമ്പിനേഷൻ ലോജിക് ഇപ്പൊ നിങ്ങൾക്ക് ഹാഫ് ഓർഡറിന്റെ സർക്യൂട്ട് അറിയാം. ഒരു എക്സോർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ലോജിക് എന്താന്നുള്ളതും ഒക്കെ ക്ലിയർ ആയി. ഇനി നമുക്ക് ഈ കോഡ് ഒന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യണം. മൊഡ്യൂൾ ഓഫ് മൊഡ്യൂൾ നെയിം. ഏതൊക്കെയാണ് ഇൻപുട്ട്? AB, സം, ക്യാരി. ഓക്കെ, ഇപ്പൊ ഇതിപ്പോ ഞാൻ എവിടുന്നോ ഇതൊക്കെ നമ്മുടെ പഴയ കുറച്ച് ഡേറ്റ ഷീറ്റിൽ നിന്ന് കിട്ടിയതാണ്. എന്റെ പഴയ റെക്കോർഡാണ്, ലാബിന്റെ റെക്കോർഡാണ്. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന ക്യാപിറ്റൽ A ആണ്. ബട്ട് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വേരിയബിൾ അല്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും ഇത് AB. അപ്പൊ ഈ Aയും Bയും ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അത് എഴുതി ചെയ്യുമ്പം ഇവിടെ എന്താണോ അസൈൻ ചെയ്യുന്നത് അത് തന്നെ വേണം ഇവിടെയൊക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് തെറ്റാതിരിക്കാൻ. ഇതിപ്പോ എനിക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് ആദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ അസൈൻ ചെയ്യുന്ന വേരിയബിൾസ് തന്നെ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും?
കോഡ് തെറ്റാനുള്ള അല്ലെങ്കിൽ എഴുതുമ്പം വേരിയബിൾസ് തെറ്റാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോ നമ്മള് മൊഡ്യൂൾ, ഹാഫ് ഓർഡർ, ഇതിപ്പോ ഞാൻ ഡേറ്റ ഫ്ലോ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡേറ്റ ഫ്ലോ കൊടുത്തേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം, ഡസന്റ് മാറ്റർ. എ, ബി, സമ്മിന് പകരം ഞാൻ സ്മോൾ എസ് കൊടുത്തു, ക്യാരിക്ക് പകരം CA കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇൻപുട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്റെ കോഡാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് കോഡ് എഴുതുന്നതാണ്. ഓക്കെ, അപ്പൊ കോഡ് എഴുതിയ സമയത്ത് ഇൻപുട്ട് എ ഇൻപുട്ട് ആണ്, ബി ഇൻപുട്ട് ആണ്, എസ് ഔട്ട്പുട്ട് ആണ്, ക്യാരി ഔട്ട്പുട്ട് ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. ഇതൊക്കെ എവിടുന്ന് വന്നു എന്ന് അറിയത്തില്ല, അത് അതിനകത്ത് കിടക്കുന്നതാണ്. ചിലപ്പോൾ കോപ്പി ചെയ്തപ്പോ എല്ലാം വന്നതായിരിക്കും, അറിയില്ല. ഒന്നുമില്ല, നിങ്ങൾ ഈ പഠിച്ച ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കോഡ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി ഹാഫ് ഓർഡർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്ത് കാണിക്കാം. ന്യൂ സോഴ്സിൽ പോവുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സോഴ്സിൽ പോവുക, വെരിലോ കോഡ് എടുക്കുക. അതിന്റെ കുറെ ഹാഫ് ഓർഡർ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും ഷോർട്ട് ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇത് ഇല്ലാന്ന് തോന്നുന്നു. ഹാഫ് ഓർഡറിനെ ഈ രീതിയിൽ ഒന്ന് ഡിഫൈൻ ചെയ്തു. ഈ ലേബലിൽ ഫയൽ നെയിം വേറെ ഇല്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, എല്ലാം എക്സ്പാൻഡ് ചെയ്താ കിടക്കുന്നത്, കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ ഇൻപുട്ട്? ഹാഫ് ഓർഡറിന്റെ ഒരു ഇൻപുട്ട് എ, രണ്ടാമത്തെ എന്താണ് ബി, അടുത്ത എന്താണ് സമ്മ്, കോമ, ക്യാരി. ഓക്കെ, ഇതിപ്പോ ഞാൻ എക്സ്പാൻഡ് ചെയ്തും കൊടുത്തു. ഡസന്റ് മാറ്റർ, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കൂ, ഷോർട്ട് ആയിട്ട് കൊടുക്കൂ, ഒരു പ്രശ്നവും ഇല്ല. ഞാൻ എല്ലാം കൂടെ ഒറ്റ റോയിലും കൊടുത്തു. ഇൻപുട്ട് എല്ലാം ഒരുമിച്ച്, ഔട്ട്പുട്ട് എല്ലാം ഒരുമിച്ച്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ എല്ലാം ഇവിടെ വന്നല്ലോ. ഹാഫ് ഓർഡറിന്റെ ഇൻപുട്ട് ഇത്, സമ്മ്, ക്യാരി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെയാണ് വിളിക്കുന്നത്, നിങ്ങൾ തന്നെ ഇത് പറയാ. വിളിക്കാൻ പോകുന്നത് അദീന. അദീന കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, അപ്പൊ അദീന, ഞാൻ ഇവിടെ ഹാഫ് ഓർഡറിന്റെ കോഡ് എഴുതി വെച്ചേക്കുവാണ്. കോഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് എഴുതി വെച്ചേക്കുവാണ്. അപ്പൊ ഈ കോഡിങ്ങിനകത്ത് ഞാൻ ISCയിൽ ചെയ്ത സമയത്ത് ഇത്രയും മൊഡ്യൂള് ഡിഫൈൻ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു. ഇനി ഞാൻ എന്ത് അസൈൻ ചെയ്യണം? എന്തായിരിക്കും ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരു ഗസ് ചെയ്താൽ മതി. തെറ്റതെങ്കിൽ തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടോ? കാണാൻ വയ്യ. കാണാൻ വയ്യേ? എല്ലാവർക്കും അങ്ങനെയാണോ, അതോ അദീനയ്ക്ക് മാത്രമാണോ? ഒന്ന് ചാറ്റ് ചെയ്ത് സ്ക്രീൻ കാണാമോ എല്ലാവർക്കും? ഹരികൃഷ്ണ കാണാമെന്ന് പറയുന്നു, എല്ലാരും കാണാമെന്ന് പറയുന്നു. അദീന കാണാൻ പറ്റുന്നില്ലേ? ഇല്ല. ആണോ? എങ്കിൽ നെറ്റിന്റെ എന്തെങ്കിലും കംപ്ലൈന്റ് ആയിരിക്കാം. കുഴപ്പമില്ല, കുഴപ്പമില്ല. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന കോഡ് കാണാൻ പറ്റുന്നില്ലേ അദീന? കാണാൻ പറ്റുമായിരുന്നു, ഇപ്പൊ കാണാൻ വയ്യ. ഒരു സെക്കൻഡ്. ഇപ്പൊ കാണാവോ? ഇല്ല. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്. കാണാൻ പറ്റുന്നോ നോക്കി. ഞാനിപ്പോ സ്ക്രീൻ കാണാവോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഈ ഒരു കോഡിനകത്ത് നമ്മൾ മോഡ്യൂൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് നമ്മൾ എന്തോ അസൈൻ ചെയ്യണം. എന്തായിരിക്കും കൊടുക്കേണ്ടത്? ആദ്യം സം അസൈൻ ചെയ്യണം. ഓക്കെ, ഫൈൻ. എങ്ങനെ അസൈൻ ചെയ്യും? സമ്മ്, ഹാഫ് ഓർഡറിന്റെ സമ്മ് അസൈൻ അല്ലേ? ആണോ? അസൈൻ. നമ്മളിവിടെ എന്താണോ ഡിഫൈൻ ചെയ്ത വേരിയബിൾ എന്താണ്? SUM, സം ഈക്വൽ ടു ഹാഫ് ഓർഡറിന്റെ സമ്മിന്റെ ഇക്വേഷൻ എന്താണ്? തിയറിയിൽ നമ്മൾ A raised to അല്ല, A XOR B അല്ലേ? ഈ ക്യാപ് സിമ്പിൾ ആണ് നമ്മുടെ XOR ഓപ്പറേഷൻ. ഓക്കെ, അപ്പോ സെമി കോളൻ കൊടുക്കണം. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് ഔട്ട്പുട്ട് ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അടുത്ത ഏതാണ്? അസൈൻ ക്യാരി ഈക്വൽ ടു, ക്യാരിയുടെ ഇക്വേഷൻ എന്താണ്? A and B. അപ്പൊ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആണ്, നമ്മൾ കോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ തിയറി അറിഞ്ഞിരിക്കണം, തിയറിയുടെ ഇക്വേഷൻസ് എല്ലാം അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ എങ്കിൽ മാത്രമേ നമുക്ക് കോഡിനകത്ത് മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഈ വാല്യൂസ് കൊടുക്കാൻ പറ്റൂ. അപ്പൊ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്.
അതിന് അവിടെ ഇരുന്നോ കേട്ടോ, മ്യൂട്ട് ചെയ്യണ്ട കേട്ടോ, മ്യൂട്ട് ചെയ്യണ്ട, അവിടെ ഇരുന്നു. അപ്പൊ നമുക്ക് നോക്കാം ഇത് കിട്ടുന്നുണ്ടോന്ന്. അപ്പൊ ഞാൻ ഈ ആൻഡ് അല്ലല്ലോ, നമുക്ക് ഹാഫ് ഓർഡർ അല്ലേ, ഹാഫ് ഓർഡർ, ഇതിന്റെ പേരെന്തായിരുന്നു, ഹാഫ് ഓർഡർ 1. ഓക്കെ, അപ്പൊ ഞാൻ അത് ചൂസ് ചെയ്തു. എന്നിട്ട് ഇംപ്ലിമെന്റേഷനിൽ പോയി. അപ്പോഴും ഇത് വേറെ മാറിക്കിടക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ശ്രദ്ധിച്ചോണം, നമ്മുടെ പ്രോഗ്രാം തന്നെയാണ് ചൂസ് ആയി കിടക്കുന്നതെന്ന് നോക്കണം. ഓർഡർ 1 എന്ത് ചെയ്യുക, ചെക്ക് സിൻടാക്സ് ചെയ്യുക. ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എസ് കൊടുത്തു, ചോദിച്ചു, ഞാൻ എസ് കൊടുത്തു. അപ്പോ സക്സീഡഡ് എന്ന് കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ എറർ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ ആണോ അദീന? ഇനി നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് പറഞ്ഞ അദീന എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യുക. എവിടെ പോണം, ഈ ഐക്കണിൽ പോയിട്ട് എന്തെടുക്കണം, ഇതിനകത്തുനിന്ന് സിമുലേഷൻ എടുക്കണം അല്ലേ. ബിഹേവിയറൽ സിമുലേഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സിമുലേറ്റ് ബിഹേവിയറൽ മോഡൽ കൊടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്യണം ഇതെല്ലാം. അപ്പോ സിമുലേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു വിൻഡോ, മോഡൽ സിമിന്റെ വിൻഡോ ഓപ്പൺ ആയി വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇച്ചിരി ഒരു സമയം എടുക്കും, ഒരു 30 സെക്കൻഡ്സ് ഡിലേ ഒക്കെ എടുക്കും ഒന്ന് ഓണായി വരാൻ. ചിലപ്പോ അങ്ങ് പെട്ടെന്ന് വരും. അപ്പൊ ഇതിനകത്ത് വേരിയബിൾസ് ഇവിടെ വേരിയബിൾസ് വരുവാണെങ്കിൽ ഇവിടെ വേരിയബിൾസ് വരും. ഇനി എങ്ങാനും വന്നില്ലെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടെ സിമുലേറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ സോഫ്റ്റ്വെയർ എറർ ആയിരിക്കും. അപ്പൊ നമുക്കത് എ ബി സമ്മ് ക്യാരി ഇത്രയും കയറി വന്നല്ലോ. അതിനകത്ത് എ ബി ഇൻപുട്ട് ആണ്, അത് ബ്ലൂ ലൈൻസിൽ കാണാം. സമ്മ് ക്യാരി റെഡ് ലൈൻസ് ഔട്ട്പുട്ട് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ഹാഫ് ഓർഡറിന്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് നോക്കാം. എയിൽ ഞാൻ എന്ത് കൊടുത്തു, 0 കൊടുത്തു, ഡ്രൈവ് കൊടുത്തു, അതായത് 0 0 കൊടുക്കാം ഫസ്റ്റ് കേസിൽ. 0 0 കൊടുത്ത എന്ത് വരണം അതിന് ഔട്ട്പുട്ടില്, 0 0 കൊടുക്കുമ്പോ ഔട്ട്പുട്ടില് 0. സമ്മിൽ എന്ത് വരും, 0 വരും. ക്യാരിയിലോ 0. അപ്പൊ അത്ര അറിയാമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. റൺ ഓൾ കൊടുത്തു. ഈ റൺ ഓൾ കൊടുക്കുന്നതിന് ഇവിടെ ഇത് ഐക്കൺ ഉണ്ട്, ഇതെല്ലാം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് എളുപ്പമാണ്. ഇല്ലെങ്കിൽ സിമുലേറ്റിൽ പോയി റൺ ഓപ്ഷനകത്ത് റൺ ഓൾ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഗ്രീൻ ഐക്കൺ നമ്മൾ ഓൾറെഡി ചെയ്തപ്പോൾ വന്നിട്ടുണ്ട്, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ 0 0 കൊടുത്തപ്പം അതിനെ പറഞ്ഞു 0 0 കിട്ടുന്നു, സമ്മ് 0 കിട്ടി, ക്യാരി 0 കിട്ടി, ശരിയല്ലേ? ഈ വാല്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ കാണിക്കുന്നത് ഇവിടെ കിട്ടുന്ന വാല്യൂ തന്നെയാണ്. ഇനി ഞാൻ എന്ത് ചെയ്തു, 0 ബിക്ക് ഞാൻ എന്ത് കൊടുത്തു, 1 കൊടുത്തു, അതായത് 0 1 ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, ഫോഴ്സ് ചെയ്യുക, 1 കൊടുക്കുക. 0 1 കൊടുത്ത എന്ത് കിട്ടും ഔട്ട്പുട്ടിൽ, അതിന് ഔട്ട്പുട്ടില് സമ്മ് 1 കിട്ടും, ക്യാരി 0 കിട്ടും. ഓക്കെ, ശരിയാണോ നോക്കാം. സമ്മ് 1 കിട്ടി, ക്യാരി 0 കിട്ടി, ശരിയാണോ? 0 1 കൊടുത്തു, സമ്മിന്റെ മൂന്നാമത്തെ സമ്മാണ്, സമ്മ് 1 ആയി. ക്യാരി നേരത്തെ 0 ആയിരുന്നു, അത് റീറ്റെയിൻ ചെയ്തു, ശരിയല്ലേ? അതേപോലെ നമുക്ക് 1 0 കൊടുക്കാം. 1 0 കൊടുക്കുന്നതിനേക്കാളും എനിക്ക് 1 1 കൊടുക്കുന്നത് എളുപ്പം, കാരണം ഒരെണ്ണം ചേഞ്ച് ചെയ്താൽ മതിയല്ലോ. അപ്പൊ 1 1 കൊടുക്കാം. 1 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സമ്മിലും ക്യാരിയിലും, അതിനാ പറഞ്ഞേ. സമ്മില് 0യും ക്യാരിയില് 1. ശരിയാണോ കിട്ടിയിരിക്കുന്നത്? ഓക്കെ, അപ്പൊ ഇനി 1 0യും കൂടെ കൊടുക്കാം. 1 ഓൾറെഡി അതിനകത്തുണ്ട് എയില്, അപ്പൊ ഞാൻ ബി മാത്രം ഒന്ന് 0 ആക്കി വെച്ചു. ഓക്കെ, ഡ്രൈവ് ഓപ്ഷൻ കൊടുത്തു, അഗെയിൻ റൺ ഓൾ കൊടുത്തു. അപ്പൊ 1 0 കൊടുക്കുമ്പോ എന്ത് വരുമായിരിക്കും അതിന് ഔട്ട്പുട്ട്, സമ്മില് 1ഉം ക്യാരിയില് 0യും കിട്ടിയോ? നമുക്ക് സമ്മിന് 1 കിട്ടി, ക്യാരി 0 കിട്ടി അല്ലേ? ഇത് ഇവിടെ കിടപ്പുണ്ട്, സമ്മില് 1 ക്യാരി 0. സോ ദിസ് ഈസ് ഹൗ വി ആർ ചെക്കിംഗ് വെദർ അവർ കോഡ് ഈസ് കറക്റ്റ് ഓർ നോ. ഓക്കെ, അപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്ന കോഡ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത്, മോഡൽസ് എന്ന് പറയുന്നത്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോഡാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് അതിനെ മ്യൂട്ട് ചെയ്തോ കേട്ടോ. ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു സർക്യൂട്ടാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ട്രാഫിക് ലൈറ്റ് സിസ്റ്റം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ബൾക്ക് ആയിട്ടുള്ള ഒരു ലോങ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള സർക്യൂട്ട്സ് ഒക്കെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു സർക്യൂട്ട്സ് എടുത്ത് ഇതിനകത്ത് സിമുലേറ്റ് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഒരു 1 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുവാണ്.
ഓക്കെ, അപ്പൊ നമ്മൾ കോഡ് എഴുതുമ്പോഴത്തേക്കും നമുക്കിപ്പോ ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് ഇപ്പൊ ഹാഫ് വേർഡിന്റെ കോഡ് നമ്മൾ എങ്ങനെ എഴുതി എന്നുള്ളത് ക്ലിയർ ആയല്ലോ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് കൂടുതലും ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോ സോഫ്റ്റ്വെയർ നിങ്ങൾക്കറിയാം, ഇപ്പൊ നമുക്ക് ടെക്നോ പാർക്ക് പോലെ സോഫ്റ്റ്വെയർ കമ്പനീസ്, IT കമ്പനീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ IT കമ്പനീസ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ജാവ, .NET അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ സിയുടെ ഒക്കെ C++ന്റെ ഒക്കെ ഹയർ വേർഷൻ ആണ്. അപ്പൊ നമ്മുടെ ടെക്നിക്കൽ, അപ്പൊ നമ്മൾ CSE കാരുടേതാണ് ആ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ടെക്നിക്കൽ ആസ്പെക്ടിൽ വരുമ്പോൾ ഈസിയുടെ കേസ് വരുമ്പോൾ നമുക്കും ഉണ്ട് കോർ സെക്ടർ. അപ്പൊ വിപ്രോ പോലുള്ള കമ്പനീസിനൊക്കെ കോർ ഇൻഡസ്ട്രീസ് ഉണ്ട്. കോർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ചിപ്പ് ഡിസൈനിങ് ഉണ്ടല്ലോ, IC ഡിസൈനിങ്. അപ്പൊ IC ഡിസൈനിങ്ങിന്റെ കേസിൽ നമ്മൾ ഈ ചിപ്പും കാര്യങ്ങളും, ഈ ചിപ്പിനകത്ത് ഈ കാര്യങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, ഈ ലോജിക്സ് ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ലോജിക്സും കാര്യങ്ങളും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഡിംഗ് സോഫ്റ്റ്വെയർസ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഈ പറയുന്ന സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് വെരിലോഗ് ആയിരിക്കില്ല, ഇതിന്റെ കുറച്ചും കൂടെ ഹയർ വേർഷൻ ഉണ്ട്, സിസ്റ്റം വെരിലോഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അതിലാണ് നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്, പ്രോഗ്രാംസ് ഒക്കെ എഴുതാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാഫ് ആർഡർ സർക്യൂട്ട് നിങ്ങൾക്ക് ഓക്കെ ആണോ? അത് മെസ്സേജ് ഇട്ടേ. ആർക്കെങ്കിലും ഹാഫ് ആർഡറിന്റെ സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയിട്ട് മെസ്സേജ് ഇട്ടേ. ഞാനിപ്പോ ഒരു കോഡ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ബേസിക് ഗേറ്റ്സ് സ്റ്റാർട്ട് ചെയ്തു, ഹാഫ് ആർഡറിന്റെ കൺസെപ്റ്റ് പറഞ്ഞു, എന്നിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് കോഡ് എഴുതുക. ഞാൻ തരുന്ന കോഡ് വെച്ച് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യരുത്. ഇതുകൊണ്ടാണ് ഞാൻ പറയണത്, എക്സാമിന് ഞാൻ തരുന്ന കോഡ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് ഒരിക്കലും പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, തിയറി മനസ്സിലാക്കുക, ആ തിയറിയുടെ സർക്യൂട്ട്, അതിന്റെ ഫിഗർ, അത് തിയറി അറിയാമെങ്കിൽ കോഡ് സിമ്പിൾ ആണ്. ഒന്നും കാണാതെ പഠിക്കരുത്. ഡിജിറ്റലിനകത്ത് ബൈഹേർട്ട് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ വരുന്നില്ല. സോ നിങ്ങളിത് ഫോം ചെയ്ത് അതിന്റെ കൂടെ നിങ്ങൾ ചെയ്ത് പോവാ, കോഡിങ് പോലും. ഓക്കെ, അപ്പോ C പ്രോഗ്രാം പോലെ നിങ്ങൾ ഓരോന്ന് ചിലപ്പോ ഒരു പക്ഷേ ഒട്ടും അറിയാത്ത ആൾക്കാർ C പ്രോഗ്രാം ബൈഹേർട്ട് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ പോലും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിൾ ആണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ആ തിയറി പോർഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഹാഫ് ആർഡർ എങ്ങനെയാണോ ചെയ്തത് നിങ്ങൾക്ക് ഫുൾ ആർഡർ അതുപോലെ ചെയ്യാം. കോഡ് എത്രത്തോളം കോംപ്ലക്സും ആക്കാം, എത്രത്തോളം നമുക്ക് സിമ്പിളും ആക്കാം, അത് നമ്മുടെ ഡിസിഷൻ ആണ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടെ എനിക്ക് ഇന്നത്തെ ഈ സെഷനിൽ പറയാനുണ്ട്, ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോ ഞാൻ ആ ഒരു കൺസെപ്റ്റ് ഹാഫ് സബ്ട്രാക്ടറിന്റെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പറയണത്. ഓക്കെ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോണേ, ഹാഫ് സബ്ട്രാക്ടറിന്റെ കേസ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്കറിയാം AB-യും ഇതിനകത്ത് ഡയറക്റ്റ് ഞാൻ മൊഡ്യൂളിൽ കയറുകയാണ്. മൊഡ്യൂളിൽ കയറുമ്പോൾ എയും ബിയും ഡിഫറൻസും ബോറോയും എന്താണ്, നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണെന്ന് അറിയാം. പക്ഷേ നമുക്ക് നേരത്തെ കാണിച്ചതിനകത്ത് ഇതിനെല്ലാം കൂടെ ഞാൻ ഒറ്റ ബ്ലോക്ക് എടുത്താൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ കാണും, എയും ബിയും സമ്മും ക്യാരി. പക്ഷെ ഇതിനെ ഒറ്റ ബ്ലോക്ക് എടുത്താൽ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഏതൊക്കെ ടെർമിനൽ കാണും, ഇവിടെയും എയും ബിയും ഡിഫറൻസും ബോറോയും ഇല്ലേ. പക്ഷേ ഇതിന്റെ ഉള്ളില് രണ്ട് ഗേറ്റ്സ് തമ്മിൽ ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഇന്റർ കണക്ഷനെ നമ്മൾ സാധാരണ വയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസൈൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് ഗേറ്റ്സിന് അക്രോസ് ഉള്ള ഇന്റർ കണക്ഷനെ നമ്മൾ എപ്പോഴും എന്ത് പറഞ്ഞിട്ട് അസൈൻ ചെയ്യണം, വയർ എന്ന് പറഞ്ഞിട്ട് വേണം അസൈൻ ചെയ്യാനായിട്ട്. സോ നമ്മൾ എന്ത് കൊടുക്കും, വയർ എ ബാർ. എ ബാർ ഒന്നുമില്ല, എ ബാർ എന്ന് പറയുന്നത് ബൈ ഡിഫോൾട്ട് ആയിട്ട് നമുക്കറിയാം, എ ഇവിടെ കൊടുത്താൽ ഇവിടെ എന്ത് കിട്ടും, എ ബാർ കിട്ടും. ആ എ ബാർ ഞാൻ അങ്ങ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചതേ ഉള്ളൂ, എ ബാർ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി എ ബാർ എന്താണ്, എ ബാർ എന്ന് പറയുന്നത് നെഗേഷൻ ഓഫ് എ, അതായത് നോട്ട് ഓഫ് എ ആണല്ലോ. പിന്നെ ഡിഫറൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, ബോറോയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ, അത് ജസ്റ്റ് അസൈൻ ചെയ്യുക, മൊഡ്യൂൾ എൻഡ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ് ഈ ഒരു കേസിൽ. അപ്പോ ഈ ഒരു ഹാഫ് സബ്ട്രാക്ടറിന്റെ കേസ് എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇടയ്ക്ക് ഒരു വയർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്തു. അപ്പൊ നമ്മൾ താഴോട്ടുള്ള പ്രോഗ്രാംസ് എടുക്കുമ്പോൾ ഒന്ന് നോക്കിക്കോ, നമുക്ക് അവിടെ ചിലപ്പോൾ ഒരു വയറെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടി വന്നോളെങ്കിൽ ചിലപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ വയേഴ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഡിപ്പെൻസ്. ഞാൻ അതൊന്നും ഇല്ലാതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുന്ന പ്രോഗ്രാമിൽ ഈ വയർ വെച്ചിട്ടുള്ള പ്രോഗ്രാം അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വയർ എ എടുക്കാം, ഇവിടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ വയർ പി എന്ന് പറഞ്ഞു കൊടുക്കാം, ഇവിടെ ക്യൂ കൊടുക്കാം, എങ്ങനെ വേണേലും കൊടുക്കാം. ഓക്കെ, വയർ വെച്ചിട്ട് ബാക്കിയുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോം ചെയ്യാൻ പറ്റുമോ?
ഇവിടെയൊക്കെ ഞാൻ വയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ വയർ വെച്ച് കാണുന്നില്ല. സോ ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ചെയ്യാൻ പറ്റുമോ? ഇത്രയും ഓക്കെ ആണോ? ഒന്ന് മെസ്സേജ് ഇട്ടേ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് ഇനിയുള്ളത്, അതായത് നമ്മൾ ഹാഫ് ആർഡർ നോക്കി, ഫുൾ ആർഡർ ഹാഫ് ആർഡർ നോക്കി, ഹാഫ് സബ്ട്രാക്ടർ നോക്കി. എന്താണ് ഡിഫറൻസ്? നമ്മൾ വയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എടുത്തു. ഈ വയർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വയർ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോം ചെയ്യാൻ പറ്റുമല്ലോ ബാക്കിയുള്ള പ്രോഗ്രാം. ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഫുൾ ആർഡർ പ്രോഗ്രാമിൽ ഞാൻ വയറിന്റെ കൺസെപ്റ്റ് ഒക്കെ എടുത്ത് മാറ്റിയ പ്രോഗ്രാമാണ്. അത് പോട്ടെ, നിങ്ങൾ ഇതിൽ എഴുതണ്ട. നിങ്ങൾ വയർ യൂസ് ചെയ്ത് ഫുൾ ആർഡറിന്റെ കോഡ് സ്വന്തമായിട്ട് എഴുതുക. അതേപോലെ ബാക്കിയെല്ലാം ഇതേപോലെ. ഓക്കെ, കോഡൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, ഒരു കുഴപ്പമില്ല. അപ്പോ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഓക്കെ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഒരു കാര്യവും കൂടെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി ചില കേസസില് ശ്രദ്ധിച്ചോണേ, ചില കേസസില് നമുക്ക് ഒന്നിൽ കൂടുതൽ വയേഴ്സ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു കുറച്ചും കൂടെ നല്ല ഒരു കേസ് എടുക്കട്ടെ. ചില കേസസില് നമുക്ക് ഈ വയേഴ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്താ, ഇവിടെയൊക്കെ നമ്മൾ എടുത്തപ്പോ ഒറ്റ വയറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മള് പറഞ്ഞ പ്രോഗ്രാം എടുക്കാവേ. ഹാഫ് സബ്ട്രാക്ട് ഒറ്റ വയറേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു, വയർ എ ബാർ എന്നങ്ങ് ഡിഫൈൻ ചെയ്തു. പക്ഷേ ചില കോഡ് എടുക്കുമ്പം ഇതിനകത്ത് കുറെ ഇന്റർ കണക്ഷൻസ് കാണാം. ഫോർ എക്സാമ്പിൾ ഇതിൽ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, നോക്കിക്കോണേ. കുറെ ഇന്റർ കണക്ഷൻസ് ഉണ്ട്. ഇത് പറ്റുമെന്നുള്ളത് നോക്കട്ടെ. ചിലപ്പോ ഈ നടുക്കുള്ള ഇന്റർ കണക്ഷൻസ് ആവാം, ചിലപ്പോ അറ്റത്തുള്ളതായിരിക്കും. ഈ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ. ഇപ്പൊ ഇവിടെ S1 S0 എന്നാവാം, ഇവിടെ AB എന്നൊക്കെ കൊടുത്തേക്കുന്നത്. പകരം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ടോ ഔട്ട്പുട്ടോ എന്താണെങ്കിലും വയേഴ്സോ എന്താണെങ്കിലും ഇവിടെ Z0, Z1, Z2, Z3. നമ്മൾ സാധാരണഗതിയിൽ ഔട്ട്പുട്ട് എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഔട്ട്പുട്ട് Z0, ഔട്ട്പുട്ട് Z1, Z2, Z3 എന്നൊക്കെ കൊടുക്കും. അതിന് പകരം നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് കൊടുക്കാനായിട്ട്. 1 സെക്കൻഡ്. നമ്മള് ഇവിടെ പോയിട്ട് ന്യൂസോസ് എടുത്ത് റാൻഡം ഏതെങ്കിലും, ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി റാൻഡം ഒരു ഫയൽ നെയിം കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് Z. ഓക്കെ, Z ഔട്ട്പുട്ട് ആണ്. ഇങ്ങനെ കൊടുക്കുമ്പം ഇസഡിനെ എനിക്ക് രണ്ട് രീതിയിൽ, അതായത് ഇപ്പൊ ഇൻപുട്ടിൽ എനിക്ക് ഞാൻ ഈ ഒരു പ്രോഗ്രാം എടുത്ത സമയത്ത് നിങ്ങൾക്കറിയാം AB ഈ ഇൻപുട്ട് ആണ് അല്ലെ. Z0, Z1, Z2, Z3 ഒക്കെ ഔട്ട്പുട്ട് ആണ്. ഞാൻ എന്ത് ചെയ്യണം? ഓരോന്നിനെയും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഔട്ട്പുട്ട് എഴുതണം. ഓക്കെ, AB ഈ ഇൻപുട്ട് ആണ്. അപ്പോ ബാക്കി ഇസഡിന്റെ എല്ലാം എന്താണ്? ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? Z0, Z1 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിരത്തി പിടിച്ച് എഴുതണം. അതിന് പകരം എനിക്ക് ജസ്റ്റ് Z എന്ന് കൊടുത്താൽ മതി. ഓക്കെ, Z എന്ന് കൊടുത്തിട്ട് ഇതെന്തായിട്ട് ഡിഫൈൻ ചെയ്യുക? ഔട്ട്പുട്ട് ആക്കുക. അതെ, ഇത് ഇൻപുട്ട് ആണ് കേട്ടോ, എനേബിൾ ആണ്. ഔട്ട്പുട്ട് കൊടുത്തിട്ട് എനിക്കിപ്പോ Z0 to 3 വരെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 0 to ഇവിടെ MSB ബിറ്റ് 3 കൊടുക്കുക. ഓക്കെ, അപ്പൊ അതാ നോക്കി, അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ആവും. ABE. അപ്പൊ Z0 ഉണ്ട് ഇതിനകത്ത്. 3 to 0 of Z എന്ന് പറഞ്ഞാൽ എന്താണ്? Z3, Z2, Z1, Z0. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട? ഇതിനകത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യേണ്ട. അതിനെ ഔട്ട്പുട്ടിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബസ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ബസ് ഓപ്ഷൻ യൂസ് ചെയ്ത് BUS. ഓക്കെ, ഈ ബസ് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 3:0 എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇനി എനിക്ക് ഇവിടെ എന്ത് അസൈൻ ചെയ്താൽ മതി? അസൈൻ കൊടുക്കുക. ഇത് ചുമ്മാ പ്രോഗ്രാം എഴുതുന്നേ ഉള്ളു. അസൈൻ Z0 equal to. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് A and B എങ്ങനെയാന്ന് വെച്ചാൽ മനസ്സിലായോ? അടുത്തത് അഗെയിൻ Z1 അസൈൻ Z1 equal to. മനസ്സിലായോ? ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതി പോവാം. ഇത് ഞാൻ ചുമ്മാ എഴുതി വെച്ചതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞുതരാൻ വേണ്ടി ഇത് എഴുതി വെച്ചതേ ഉള്ളൂ. അല്ലാതെ നമുക്കിത് ഞാനിപ്പോ ഇതേ രീതിയിൽ നമുക്ക് എന്ത് വേണേലും എന്ത് ചെയ്യാം? അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങള്?
ഈ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം ഇനി നിങ്ങൾ ഞാൻ ഇടുന്ന വീഡിയോസ് നോക്കാനായിട്ട്. ഞാൻ ബാക്കിയുള്ള ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് നോക്കാനുള്ള വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യും. ലാസ്റ്റ് മൾട്ടിപ്ലെക്സറിന്റെ ഡിമൾട്ടിപ്ലെക്സറിന്റെ കോഡ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നേക്കുവാണ്, നിങ്ങൾ ഫോം ചെയ്യുക. ഓക്കെ, അപ്പോ തരുന്ന വീഡിയോസിനകത്ത് ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം നമ്മുടെ ലാബില് സെക്കൻഡ് സൈക്കിളിനകത്ത് കുറച്ച് കോഡിംഗ് സെഷൻ കയറി വരുന്നുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല, അതിനകത്ത് കോഡിംഗ് സെഷൻ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന അതേ കോഡിംഗ് ആണ്, ഉറപ്പായിട്ടും നമ്മൾ ഈ പഠിക്കുന്ന കോഡ്സ് തന്നെ അതിനകത്ത് കയറി വരും. അപ്പൊ ഏതൊക്കെയാണെന്നുള്ളത് പ്രിസൈസ് ആയിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോ ഇത്രയും പറഞ്ഞതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് ചാറ്റ് മെസ്സേജ് ചെയ്തേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്ന് പറഞ്ഞേ. ഋത്തിക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്, മനസ്സിലായി. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഞാന് എല്ലാരും വിളിക്കാത്ത വേറൊന്നും കൊണ്ടല്ല, ഞാൻ റാൻഡം ആരെയും സെലക്ട് ചെയ്ത് വിളിക്കുന്നതല്ല കേട്ടോ, ഞാൻ റാൻഡം വിളിച്ചു പോകുന്നതാണ്. ഈ സ്ക്രീനിൽ വന്ന് കിടക്കുന്ന ആരെങ്കിലും കാണുമ്പോൾ റാൻഡം ഒരു പേരങ്ങ് വിളിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ആരെയും ഞാൻ പേഴ്സണലി വിളിക്കാതിരിക്കുകയോ ഒന്നുമല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്നറിയാം. എന്നിരുന്നാലും ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. അപ്പൊ ഇത്രയും കൺസെപ്റ്റ് വെച്ചിട്ട് വേണം ഇനി വെരിലോഗിന്റെ വീഡിയോസ് കാണാനായിട്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് എന്റെ ഡ്രൈവിലായി കഴിഞ്ഞാൽ ഈ വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോ നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സെഷൻ നീതൂമിസിന്റെ ആണ്, അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. അപ്പൊ LCD തന്നെയാണ്. അപ്പൊ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടൈം എടുത്തിട്ട് ഞാൻ ഇടുന്ന ഒരു ചെറിയൊരു വീഡിയോ, ഒരു 20-30 മിനിറ്റ്സിന്റെ ഒരു വീഡിയോ ആണ്. അതും കൂടി ഒന്ന് കണ്ടിട്ട് സ്വന്തമായിട്ട് കോഡൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നമ്മൾ ഈ പഠിച്ചത് തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ കഴിഞ്ഞെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.